ഡേ 2 ഓഫ് സ്കോട്ട്ലൻഡ് ട്രിപ്പാണ്. ഡേ 1 കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണുക. ഇതുപോലെയുള്ള ലോക്ക് ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് പോകുന്നത് ഈ കാണുന്ന മൗണ്ടൻ കാണാനായിട്ടാണ്. ഇതാണ് കേർനോ മൗണ്ടൻസ്. അപ്പോൾ അതിലേക്കൊരു റെയിൽവേ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് സ്റ്റേഷൻ. ഇതിന് ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടി ചീപ്പർ. 17 to 22 pounds ഒക്കെയാണ്, ഡിപ്പെൻസ് ഓൺ ദ സീസൺ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി ചീപ്പറായിട്ട് കിട്ടുക. നമ്മുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. ട്രെയിനിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മുകളിൽ പോയിട്ട് വേണമെങ്കിൽ മൗണ്ടൻ ബൈക്കിംഗ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ ബൈക്ക് ഈ ഒരു ട്രെയിനിൽ കൊണ്ടുപോയി മുകളിൽ നിന്ന് ബൈക്കിംഗ് ഒക്കെ ചെയ്തു വരാനായിട്ടുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് വർത്ത് എ വാച്ച് ആണ്. ഭയങ്കര രസമാണ് ആ ഒരു മൗണ്ടനിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ചൂടുള്ള സമയമാണ്, പക്ഷേ മൗണ്ടൻ്റെ മുകളിൽ ഇപ്പോഴും സ്നോ പിടിച്ച് കിടക്കുകയാണ്. ഇതുപോലെ ചില വ്യൂ പോയിൻറ്റ്സ് ഒക്കെ അതിനിടയ്ക്ക് വരും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മിഡിൽ പോയിന്റിൽ ഇറങ്ങിയെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. 2 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് തലയൊക്കെ മാറ്റി കൊടുത്തേക്കണേ. അങ്ങനെ ഞങ്ങൾ മൗണ്ടൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ ചെറിയ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടെ എൻ്റർടൈൻഡ് ആയിക്കോളും. കണ്ടില്ലേ, ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ കുറച്ച് വവ്വാലിനെ കൊല്ലുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റിയ ഏരിയ ആണെന്ന് മനസ്സിലായില്ലേ. ഇനി അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മൗണ്ടൻ ബൈക്കിംഗ് ആണ്. അത് കുട്ടികളാണെങ്കിലും അഡൽട്ട്സ് ആണെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇതുപോലുള്ള ബൈക്സ് അവിടെ നിന്ന് തന്നെ ഹയർ ചെയ്യാം. വേണമെങ്കിൽ മൗണ്ടൻ്റെ ടോപ്പ് വരെ പോകാം, അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് വരാം. പക്ഷേ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഓൺ റിസ്കിൽ തന്നെ ചെയ്യണം. ആകെ ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. വീണെന്ന് പറഞ്ഞ് എണീറ്റ് പോകാനേ നിർത്തിയുള്ളൂ. വേറെ ആരുടെടുത്തും ക്ലെയിം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി കുറച്ചുകൂടി അഡ്വഞ്ചർ കുറഞ്ഞ ആക്ടിവിറ്റി ഉണ്ട്. ചെറിയൊരു പാർക്ക് അവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സ്വിങ്ങും അതുപോലെ സിപ്പ് ലൈനും പിന്നെ ബൗൺസിങ് കാസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ സെറ്റപ്പ് ലഞ്ചൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ചെറിയ സ്റ്റൗവൊക്കെ കൊണ്ടാണ് പോയത്. അവിടെ ഇരുന്ന് തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിച്ചു. ഞങ്ങളുടെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ എവിടെ പോയാലും ഭക്ഷണത്തിനൊരു മുട്ടില്ലായിരുന്നു. ഇനി അവിടെ നിന്ന് ജസ്റ്റ് ഒരു 7 miles അവേ ആയിട്ട് ചെറിയ ബീച്ചുണ്ട്. ഇത് ലോക്ക് മോർലിക്, അതായത് ഇത് ബീച്ചെന്ന് പറഞ്ഞാൽ ഒരു കടലിനെ കയറി കിടക്കുന്നതല്ല, പക്ഷേ ഒരു തടാകം കയറി കിടക്കുന്ന എന്നാൽ നല്ല സാൻഡി ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അക്വ ഫ്രണ്ട്ലി ആക്ടിവിറ്റീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. കയാക്കിംഗ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹയർ ചെയ്ത് കയാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾ ആ ബീച്ചിനടുത്തെത്തിയപ്പോൾ ഈവനിങ് അടുത്തായതുകൊണ്ട് ബോട്ടൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ നിങ്ങളത് പ്ലാൻ ചെയ്ത് പോവുക. അങ്ങനെ കുറേ കളിച്ചിരികളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങളും അതുപോലെ കുറേ നല്ല പിക്ചേഴ്സും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു ഡേ 2 ഓഫ് അവർ സ്കോട്ട്ലൻഡ് ട്രിപ്പ്. അപ്പോൾ ഡേ 1 കാണാത്തവരുണ്ടെങ്കിൽ തിരിച്ച് ഈ ചാനലിൽ തന്നെ പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.